Hello, my dear students. Welcome back to my channel Ncert Malayalam. Ncert class 6th science chapter 14 വാട്ടറിൻ്റെ പാർട്ട് 2 എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ക്ലാസ്സിൽ നമ്മൾ വാട്ടറിനെ പറ്റി പഠിച്ചു. വാട്ടർ നമ്മൾ എന്തൊക്കെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. എങ്ങനെയാണ് വാട്ടർ ഇങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാവുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരുന്നു. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് ലോസ് ഓഫ് വാട്ടർ ബൈ പ്ലാന്റ്സ് എന്ന ടോപ്പിക്കിലൂടെയാണ്. യു ഹാവ് ലേൺ ഇൻ ചാപ്റ്റർ 7 ദാറ്റ് പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു ഗ്രോ. Plants use a part of this water to prepare their food and retain some of it in their different parts. Remaining part of the water is released by the plants into air as water vapor through the process of transpiration. സോ വെള്ളം, അതായത് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വളരാൻ വേണ്ടിയിട്ട് അവർക്ക് വെള്ളം അത്യാവശ്യമാണ് അല്ലേ. നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാറില്ലേ? അതുപോലെ തന്നെ ആ പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനും എന്തിനാവശ്യമുണ്ട്? വെള്ളം ആവശ്യമുണ്ട്. ആ പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഈ വെള്ളം മൊത്തം അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് തീർക്കില്ല കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ അവർ അവരുടെ ഡിഫറെൻറ്റ് പാർട്സിൽ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് അത് റീറ്റെയിൻ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ നിലനിർത്തി വെക്കും. ബാക്കിയുള്ള വെള്ളം എന്തെന്ന് വെച്ചാൽ എയർ ആയിട്ട് അല്ലെങ്കിൽ എയറിലേക്ക് വാട്ടർ വേപ്പർ ആയിട്ട് പോകും. ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് നമുക്ക് ട്രാൻസ്പിരേഷൻ എന്ന് വിളിക്കാം. സോ റിമൈനിങ് പാർട്ട് ഓഫ് ദ വാട്ടർ ഈസ് റിലീസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഇൻ ടു എയർ ആസ് വാട്ടർ വേപ്പർ ത്രൂ ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിരേഷൻ. ഇനി നമ്മൾ ക്ലാസ് 7 ചാപ്റ്റർ 7 ആക്ടിവിറ്റി 4 പഠിച്ചു എങ്ങനെയാണ് ഇവർ വാട്ടർ ഇങ്ങനെ ട്രാൻസ്പിരേറ്റ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ നീരാവിയായി പോകുന്നത്. അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ട്രാൻസ്പിരേഷൻ. വാട്ടർ വേപ്പർ എൻറ്റേഴ്സ് ദ എയർ ത്രൂ ദ പ്രോസസ് ഓഫ് ഇവാപറേഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ. അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇവാപറേഷൻ വഴിയും അതുപോലെ തന്നെ ട്രാൻസ്പിരേഷൻ വഴിയും ആണ് വെള്ളം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്നത്. ഇവാപറേഷൻ നമുക്കറിയാം, ഇങ്ങനെ നീരാവിയായി പോകുന്നതിനാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ചെടികളെ ഇങ്ങനെ വാട്ടർ വേപ്പർ റിലീസ് ചെയ്യുന്നതിന് ട്രാൻസ്പിരേഷൻ എന്ന് വിളിക്കാം. സോ എങ്ങനെയാണ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ടേക്ക് എ glass half filled with water. Wipe the glass from the outside in with a piece of cloth. Add some ice cube in the water. Wait for 1 or 2 minutes. Observe the changes that takes place on the outer surface of the glass. So നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് പകുതി വെള്ളം നിറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പുറത്ത് ഭാഗം നമ്മൾ നല്ല രീതിയിൽ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്യുക. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിനകത്ത് 2 മിനിറ്റോളം 1-2 മിനിറ്റോ ഇട്ട് വെക്കുക. അപ്പം നമുക്ക് ഔട്ടർ സർഫസ് ഓഫ് ദ ഗ്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും അല്ലേ. ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു ഫ്രോസി പോലെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ വൈറ്റ് ഇങ്ങനെ ഒരു ട്രാൻസ്ലൂസൻ്റ് അപ്പിയറൻസ് കാണാൻ വേണ്ടി പറ്റും. From where do the water droplets appear on the outer side of the water of the glass? So എങ്ങനെയാണ് ഈ വാട്ടർ വേപ്പർ അപ്പിയർ ആവുന്നത്? The cold surface of the glass containing iced water cools the air around it and the water vapor of the air condenses on the surface of the glass. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസിൻ്റെ സർഫേസിനകത്തുള്ള ആ വാട്ടർ അല്ലെങ്കിൽ ഐസ്ഡ് വാട്ടറിനകത്തുള്ള സർഫേസ് ഓഫ് ദ കോൾഡ് സർഫേസ് ഓഫ് ദ ഗ്ലാസ് കണ്ടെയ്നിങ് ഐസ്ഡ് വാട്ടർ, അതായത് നമ്മുടെ ഈ ഐസ് വാട്ടർ ഉള്ളതിൻ്റെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ കോൾഡ് സർഫേസ് അതിലെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ചുറ്റുള്ള എയർ എന്ത് ചെയ്യും? കൂളാവും. അതുപോലെ തന്നെ വാട്ടർ വേപ്പറിനുള്ള എയർ എന്ത് ചെയ്യും? ഇങ്ങനെ സർഫേസ് ഓഫ് ദ ഗ്ലാസ്സിൽ ഇങ്ങനെ കണ്ടൻസ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ എന്താവുന്നത്? നമ്മുടെ ഒരു ഫ്രോസ്റ്റി വൈറ്റ് അപ്പിയറൻസ് ആയിട്ട് മാറുന്നത്. The cold surface of the glass containing iced water cools the air around it and the water vapor of the air condenses on the surface of the glass. So ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലൗഡ്സ് ഉണ്ടാവുന്നതാണ്. The process of condensation plays an important role in bringing water back to the surface of the earth. അതായത് കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസേഷൻ? നമ്മൾ വാട്ടർ വേപ്പറിന് ലിക്വിഡായി മാറുന്ന ആ പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടൻസേഷൻ ഇസ് എ പ്രോസസ് വേർ ദ വാട്ടർ വേപ്പർ ബിക്കംസ് ലിക്വിഡ്. സോ കണ്ടൻസേഷൻ ആണ് കൂടുതലും നമ്മുടെ എർത്തിനകത്ത് വെള്ളം ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരാൻ കാരണക്കാരായിട്ടുള്ള ഒരു കാരണം. സോ ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? അതെങ്ങനെ സംഭവിച്ചാൽ ആസ് വി ഗോ ഹയർ ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ഇറ്റ് ഗെറ്റ്സ് കൂളർ. വെൻ ദ എയർ മൂവ്സ് അപ്പ് it gets cooler and cooler.
At sufficient height, the air becomes so cool that the water vapor present in it condenses to form a tiny droplets or drops of water called droplets. It is the tiny droplets that remain floating in the air and appear to be as clouds. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം വലിയ വലിയ ഓൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ പോകുമ്പോൾ എന്താവും, നല്ല തണുപ്പാവും അല്ലേ. ഇപ്പം നോർത്ത് പോളിലൊക്കെ അല്ലെങ്കിൽ സൗത്ത് പോളിലൊക്കെ എന്താണ്, ഭയങ്കര തണുപ്പാണ്. അതായത് നമ്മൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എർത്തിനകത്തുള്ള എയർ എന്ന് പറയുമ്പോൾ കൂളറാണ്. അപ്പോൾ മുകളിൽ പോകുന്നതിനനുസരിച്ച് എന്തായി, കൂളർ എയർ ആയിരിക്കും വരിക. അപ്പോൾ ഒരു സഫീഷ്യൻറ്റ് ഹൈറ്റിൽ എത്തുമ്പോൾ ഈ എയർ കൂളായിട്ട് വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്ന വെച്ചാൽ മെല്ലെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കണ്ടൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വാട്ടർ വേപ്പർ ലിക്വിഡായി മാറുക. അങ്ങനെ കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഫോം ചെയ്യും. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ടൈനി ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത് അല്ലെങ്കിൽ ആ എയറിനകത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്. It so happens that many droplets of water come together to form large-sized drops of water. Some drops of water become so heavy that they begin to fall. These falling water droplets are which we call rain. In special conditions, it may also fall as hail or snow. അതായത് ഇങ്ങനത്തെ കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവസാനം ഇങ്ങനെ കോയിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് അവർ വലിയ സൈസസ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ആയി മാറും. അങ്ങനെ അതെന്ത് ചെയ്യും, അത് ഇങ്ങനെ താഴേക്ക് ചാടാൻ വേണ്ടി തുടങ്ങും. അതാണ് നമ്മൾ വിളിക്കുന്ന മഴയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ചില കണ്ടീഷനിലാകട്ടെ നമ്മുടെ ഹെയിൽ സ്റ്റോം അല്ലെങ്കിൽ സ്നോ, അതായത് ആലിപ്പഴം അല്ലെങ്കിൽ ചില സമയത്ത് മഞ്ഞ് വീഴും. അതിനൊക്കെ കാരണം ഇതന്നെയാണ്. This water in the form of water vapor goes into air by evaporation and transpiration. നമ്മൾ പറഞ്ഞു വാട്ടർ ഇവാപറേഷനും ട്രാൻസ്പിറേഷനും വഴിയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത് എത്തുക. അങ്ങനെ അത് എന്ത് ചെയ്യും, ക്ലൗഡ്സ് ഫോം ചെയ്യും. അതെന്ത് ചെയ്യും, പിന്നെ അവസാനം മഴ അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോം അല്ലെങ്കിൽ സ്നോ ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ബാക്ക് ടു ദ ഓഷ്യൻസ്. What happened to the water that rain and snow bring into different regions of earth? അതായത് നമ്മുടെ വാട്ടർ ഇത് റെയിനോ അല്ലെങ്കിൽ സ്നോവോ വഴി ഡിഫറെൻറ്റ് റീജിയൻസിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും, അതായത് ഓഷ്യൻസിൻ്റെ മുകളിലുള്ള ലാൻഡ് സർഫസ് ഒക്കെ ഓഷ്യൻസിൻ്റെ മുകളിലെ സർഫസ് ഒക്കെ ലാൻഡ് സർഫസ് ആണ്. അതായത് മോസ്റ്റ് ഓഫ് ദ വാട്ടർ ദാറ്റ് ഫോൾസ് ഓൺ ദി ലാൻഡ് ആസ് റെയിൻ ആൻഡ് സ്നോ falls on the land as rain and snow sooner or later goes back to the oceans. അതായത് നമ്മുടെ പെയ്യുന്ന മഴയോ അല്ലെങ്കിൽ സ്നോ ആണ് പിന്നീട് ഓഷ്യൻസിലേക്ക് എത്തുന്ന വെള്ളമായി മാറുന്നത്. അത് പല രീതിയിലുണ്ട്. Snow in the mountains melt into water. This water flows down to the mountains in the form of streams and rivers. Some of the water that falls on the land as rain also flows into the form of water and streams. Most of the rivers cover longer distance on the land and ultimately fall into the sea or on ocean. However, water of the some rivers flows into lakes. അതായത് എങ്ങനെയാണ് ഈ ഓഷ്യൻസിലൊക്കെ വെള്ളം വരുന്നത്? ചിലതെന്ന് വെച്ചാൽ ഹിമാലയത്തിൽ അല്ലെങ്കിൽ വലിയ വലിയ മൗണ്ടെയിൻസിനകത്തുള്ള മഞ്ഞ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ മഞ്ഞ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വാട്ടറായി മാറി മെല്ലെ ചെറിയ സ്ട്രീംസ് അല്ലെങ്കിൽ അരുവികളും റിവേഴ്സിലൊക്കെ എത്തിച്ചേരും. ചില വാട്ടർ ആവട്ടെ നമ്മളെ ഭൂമിയിൽ മഴയായിട്ട് മാറുകയും അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ റിവറിലും സ്ട്രീംസിലൊക്കെ എത്തിച്ചേരുകയും ചെയ്യും. ചില വെള്ളമാവട്ടെ ദൂരത്തേക്കുള്ള റിവറൊക്കെ ഒഴുകി അതെന്ത് ചെയ്യും, അടുത്ത റിവർ എന്ത് ചെയ്യും, അടുത്ത സീ ആയിട്ട് ജോയിൻ ചെയ്യും അല്ലെങ്കിൽ ഓഷനായിട്ട് ജോയിൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ വെള്ളം ഓഷ്യൻസിനകത്ത് എത്തുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് വാട്ടറിനെ പറ്റി പഠിക്കാം. അതായത് ദ റെയിൻ വാട്ടർ ഓൾസോ ഫിൽസ് അപ്പ് ദി ലേക്സ് ആൻഡ് പോണ്ട്സ്. എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ ഗെറ്റ്സ് അബ്സോർബ്ഡ് ബൈ ദ ഗ്രൗണ്ട് ആൻഡ് സീംസ് ടു ഡിസപ്പിയർ ഇൻ ദ സോയിൽ. ഒരുപാട് വെള്ളം നമുക്കറിയാം, നല്ല മഴ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുത്തി ഒലിച്ചിട്ട് ലേക്സിലേക്കോ പോണ്ട്സിലേക്കൊക്കെ പോകും. ചില സമയത്ത് അല്ലെങ്കിൽ കുറച്ച് വാട്ടർ അല്ലെങ്കിൽ സം പാർട്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യും, നമ്മുടെ ഭൂമി അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ നമുക്ക് അത് സോയിലിനകത്ത് ഡിസപ്പിയർ ആയിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അതായത് സം ഓഫ് ദി വാട്ടർ ഇസ് ബ്രോട്ട് ബാക്ക് ടു ദ എയർ ബൈ ദ പ്രോസസ് ഓഫ് ഇവാപറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ. ദി റെസ്റ്റ് seeps into the ground. Most of the water become available to us as a ground water. ചില വാട്ടർ നമ്മൾ പറഞ്ഞു ഇവാപറേഷൻ വഴിയോ അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ വഴിയോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകും. ചിലത് എന്ത് ചെയ്യുന്ന വെച്ചാൽ പെർക്കുലേറ്റ് ചെയ്ത് പോകും അല്ലെങ്കിൽ സോയിലിനകത്ത് അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടറാണ് നമുക്ക് മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാട്ടർ. കാരണം അത് ഗ്രൗണ്ടിലേക്ക് സീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞു പോകുന്ന വാട്ടറാണ്.
Open wells are fed by groundwater. The groundwater is a source of many lakes as well. ഇപ്പോൾ നമ്മുടെ കിണറുകളിലൊക്കെ കൂടുതലും വെള്ളം വരുന്നത് ഗ്രൗണ്ട് വാട്ടർ വഴിയാണ്. ലേക്സിലേക്കുള്ള വേറെ വെള്ളത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ആണ് ലേക്സിലുള്ള വെള്ളത്തിൻ്റെ സോഴ്സസും. It is also this groundwater which is drawn by the hand pump or the tube well. The more hand pumps or tube wells that are used in an area, the deeper we need to dig to find this groundwater. The loss in the level of groundwater due to overuse is worrisome. അതായത് ചില സ്ഥലത്ത് ഹാൻഡ് പമ്പുകളിലോ അതുപോലെ തന്നെ ട്യൂബ് വെൽസിലൊക്കെ നമ്മുടെ ബോർവെൽ ട്യൂബ് വെല്ലിലൊക്കെ വെള്ളം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വാട്ടർ അവൈലബിൾ ഇൻ ദ ഗ്രൗണ്ട്, അതായത് ഗ്രൗണ്ട് വാട്ടർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ ഒരുപാട് ഇപ്പോൾ ട്യൂബ് വെൽസും ഹാൻഡ് പമ്പ്സൊക്കെ ഉള്ള ഇലങ്ങളിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുഴിച്ചാൽ മാത്രമേ ഗ്രൗണ്ട് വാട്ടർ കിട്ടുകയുള്ളൂ. ഇനി ഗ്രൗണ്ട് വാട്ടറും പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഭയങ്കര ഭീകരമാണ്. So Paheli wants to share a concern with you in those areas where the land has little or no vegetation. The rainwater flows away quickly. The flowing rainwater also takes the top of the soil away with it. There are few areas where most of the land is covered with concrete. This reduces the seepage of rainwater into the ground, which ultimately affects the availability of groundwater. പഹേലി ഒരു കൺസേൺ അവളുടെ ഒരു ഇത് പറയാണ്. കാരണം വെച്ചാൽ ചില ഏരിയാസിലൊന്നും അങ്ങനെ വെജിറ്റേഷൻസോ പ്ലാന്റ്സോ ട്രീസോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റെയിൻ വാട്ടർ നല്ലോണം പെട്ടെന്ന് തന്നെ കുത്തിയൊലിച്ച് പോവുകയാണ് ചെയ്യുക. ചില സ്ഥലത്ത് അവിടെ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇട്ടുണ്ടാകും. അപ്പോൾ തന്നെ എന്താവും, റെയിൻ വാട്ടർ എന്ത് ചെയ്യില്ല, നമ്മുടെ ഗ്രൗണ്ട് അബ്സോർബ് ആയി എടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് പോകുന്ന റെയിൻ വാട്ടർ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് സീപ്പ് ചെയ്ത് പോകുന്ന റെയിൻ വാട്ടറിൻ്റെ അളവ് കുറയും. അത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അവൈലബിലിറ്റിയെ എഫക്റ്റ് ചെയ്യും എന്നാണ് പഹേലിയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. We know that the water brought back to the surface of the earth by rain, hail or snow goes back to oceans. This water from the ocean and surface of the earth goes into air as vapor, returns as rain, hail or snow, and finally goes back to the oceans. This circulation of water is known as water cycle. അതായത് വെള്ളം നമുക്ക് ഭൂമിയിൽ മഴ വഴിയോ അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോം വഴിയോ അല്ലെങ്കിൽ സ്നോ വഴിയോ നമുക്ക് വെള്ളം ഭൂമിയിലേക്ക് എത്തും. അതെന്താവെന്ന് വെച്ചാൽ അത് നദികളിലും ഓഷ്യൻസിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ സർഫസ് ഓഫ് ദ എർത്തിലുള്ള വാട്ടർ വേപ്പറായി പോയി പിന്നെയും മഴയായി വന്നു. അങ്ങനെ പിന്നെയും എന്ത് ചെയ്തു, ഈ വെള്ളം ഒഴുകി ഓഷ്യൻസിലേക്കൊക്കെ എത്തും. പിന്നെ അവിടെയുള്ള നമ്മുടെ വാട്ടർ വേപ്പർ ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി പിന്നെ ഇങ്ങനെ മഴയായി വരും. അങ്ങനെ പോകുന്ന ഈ സർക്കുലേഷൻ ഓഫ് വാട്ടറിന് അല്ലെങ്കിൽ ഈ സർക്കുലേഷനെയാണ് നമുക്ക് എന്ത് വിളിക്കാം, വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കാം. This circulation of water between ocean and land is the continuous process. This maintains the supply of water on land. അതായത് ഇങ്ങനെ ഓഷ്യനും ലാൻഡും തമ്മിലുള്ള ഈ ഒരു സർക്കുലേഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിന് കാരണക്കാര്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇങ്ങനെ നല്ല രീതിയിൽ മഴ പെയ്താലും അല്ലെങ്കിൽ ഒട്ടും മഴ പെയ്തില്ലെങ്കിലും ഉണ്ടാവുന്ന വിപത്തുകളെ പറ്റിയുള്ള ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരിവൺ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ.